വായിക്കും ദൈവദാസൻ മത്തായി 24, 32, 33, 34, 35, 36 വാക്യങ്ങൾ വായിക്കും ദൈവദാസൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി, ഇസ്രായേലിന്റെ കൊമ്പ് ഇളതായി, ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ, പത്രമാധ്യമങ്ങൾ കൂടി ഇന്ന് ഇസ്രായേലിനെ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളെല്ലാം ഇസ്രായേലിനെ കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളി. അവൻ അടുക്ക വാതിൽക്കൽ, ഉലകത്തെ പിടിക്കുവാൻ ഒരുവൻ വരുന്നുണ്ട്, അവൻ അടുക്ക വാതിൽക്കൽ. അടുത്തത് ഇതൊക്കെയും സംഭവിക്കുവോളം, ഇതൊക്കെയും നമ്മുടെ ലോകരാഷ്ട്രങ്ങൾ കാണുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മാന്യ ദൈവമക്കളെ, ഈ പ്രഭാഷണം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ശവപ്പെട്ടിക്കകത്ത് കയറി സെമിത്തേരി പോകാതെ മരണം കാണാതെ എടുക്കപ്പെടുമെന്ന ഈ വചനം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്തത് ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും. കണ്ടില്ലേ, ഭൂകമ്പോ സുനാമിയും ഉംഫാനും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്ന എന്തുവാണെന്നറിയത്തില്ല. ഇതൊക്കെ തീരാൻ പോകുന്നോ, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ വചനങ്ങൾ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചന, ദ പവർ, ദ വേർഡ് ഓഫ് ഗോഡ്. അടുത്തത് ആ നാളും നാഴികയെ സംബന്ധിച്ചോ, ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ വരാൻ പോകുന്ന യേശുവിന് പോലും അറിയത്തില്ല, സ്വർഗത്തിലെ അപ്പച്ചനെ അറിയാവോ. അടുത്തത് സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാസ്റ്ററെ കൊണ്ട് ഞാൻ ഇത്രയും കാര്യമായിട്ട് വായിച്ചത്. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്ന സന്ദേശമല്ല. ഓൺലൈനിലും പിന്നത്തതിലും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കാണുന്നുണ്ടെന്ന്. ആ നാളും നാഴികയെ സംബന്ധിച്ച് കോവിഡിന്റെ പരിസമാപ്തി കർത്താവ് വരുമെന്ന് ഞങ്ങൾ പറഞ്ഞ തെറ്റ്. തീർന്നില്ല. കോവിഡിന്റെ പരിസമാപ്തി ഗംഭീരനാഥം കേൾക്കുമെന്ന് പറഞ്ഞ തെറ്റ്. ആ നാളും നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള യേശുവിനും അറിയത്തില്ല, കൂടെ വരുന്ന കോമ്രേഡ്സായ ശിഷ്യന്മാർക്കോ അല്ലെ ദൂതന്മാർക്കോ അറിയത്തില്ല. സ്വർഗത്തിലെ അപ്പച്ചന് മാത്രമേ അറിയാവൂ. പ്രത്യേകിച്ച് ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങളെ, കനകാംബീര്യമുള്ള ഒരു പ്രഭാഷമാണെങ്കിലും ഞാൻ ഇതിന് കാര്യം പറയുന്നുണ്ട്. ഇത് പ്രത്യേകിച്ച് മലയാളികളെ ഉദ്ദേശിച്ചായിരിക്കും പ്രത്യേകമായിട്ട് യേശു അമ്പുരാൻ പറഞ്ഞ സ്വോത്രം. യേശു ഇന്ന സമയത്തെന്ന് വരുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളായിരിക്കുന്ന സഹോദരങ്ങൾ തലേ ആഴ്ച പോയി രക്ഷിക്കപ്പെടും, പിറ്റേ ആഴ്ച പോയി സ്നാനപ്പെടും, തിരുമേശ എടുക്കും. കർത്താവ് വരുമ്പോൾ അതെല്ലാം പറയും, ഞാൻ ഇത്രാം തീയതി രക്ഷിക്കപ്പെട്ട്, ഇത്രാം തീയതി സ്നാനപ്പെട്ട് ഇപ്പൊ നിന്റെ പൈതലായി ജീവിക്കുന്ന കർത്താവിന് കൊണ്ടുപോണ്ട്. 80 വയസ്സുള്ള അപ്പച്ചന് സകല ഷാപ്പിലും കള്ളും കുടിച്ച് കയറി ഇറങ്ങി സകല കയ്യാലെയും മാന്തി മാവിന്റെ പുറത്തെറിഞ്ഞ പുള്ളിക്കാരനും അവസാനം പോയി സ്നാനപ്പെട്ട് കർത്താവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരും. അതുകൊണ്ട് ആ നാളും നാഴികയെ സംബന്ധിച്ച്, അതുകൊണ്ട് യേശു ഇന്ന് വരുന്നത് അമേരിക്കക്കാരൻ പറഞ്ഞാൽ എന്റെ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ ബൈബിളിനകത്തില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പ്രവാചകൻ പറഞ്ഞാലും അത് ബൈബിളിനകത്തില്ല. ആ സമയം ആർക്കും മുൻകൂട്ടി കുറിക്കാൻ പറ്റത്തില്ല. പിതാവല്ലാതെ ആരും അതറിയുന്നില്ല. യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം ബൈബിൾ സെമിനാരികളിൽ വളരെ വ്യക്തമായി ദൈവത്തിന്റെ ദാസന്മാർ പഠിപ്പിക്കും. എസ്കറ്റോളജി, വരുവാനിരിക്കുന്ന പ്രവചനങ്ങൾ. ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത് ഇതാ, ഗുരു നിന്റെ ഒത്തിരി പ്രഭാഷണങ്ങൾ ഞങ്ങൾ കേട്ടു. ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, 5 അപ്പം 2 മീന്, ഗദസമരയിലും ഗന്നസരത്തിലും ഒക്കെ പ്രസംഗം ഞങ്ങൾ കേട്ടു. പക്ഷെ അന്നൊന്നും നിത്യജീവന്റെ മൊഴിമുത്തുകൾ ഇത്രയും കാതലായി അങ്ങ് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്ന് പതിവിന് വിപരീതമായി ആലയത്തിനകത്ത് വരാൻ പോകുന്ന യുഗാന്ത്യ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ അകത്ത് ഒരാത്മദാഹം അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരുന്നു. സത്യവചനം കേൾക്കുന്ന ദൈവവൈദ്യന്റെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കും. വരുവാനിരിക്കുന്ന പ്രത്യാദശയെ പറ്റി അവൻ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊണ്ടിരിക്കും. 4 തലങ്ങൾ, 5 തലങ്ങൾ അതിനകത്തുണ്ട് കർത്താവിന്റെ മടങ്ങി വരവിനെ പറ്റി. ആ 5 തലങ്ങൾ ബഹുമാനപ്പെട്ട പാസ്റ്റർ വായിച്ചു. 1, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. 1, അത്തിവൃക്ഷം തളിർക്കണം. 2, ഈ കോവിഡോടുകൂടി അവൻ കൊമ്പിളതാകാൻ പോകുന്നു. 3, അതിന് പിൻപിൽ ഒരു വേനൽ വരാൻ പോകുന്നു. 2ാമത്തെ സംഭവം, ഇതിന്റെ പിൻപിൽ ഒരുവൻ രംഗപ്രവേശം ചെയ്യാൻ പോകുന്നു. അടുത്ത പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇന്ന് സകല ബാങ്കിൽ മേലെ സാമ്പത്തിക തകർച്ചയിലേക്ക് പോകുന്നു. ബാങ്കിൽ മുഴുവൻ ഗ്ലൗസ് ഇട്ടിട്ട് നോട്ടെണ്ണുന്നു. അങ്ങനെയെങ്കിൽ കറൻസി മാറിക്കൊണ്ട് ബാർകോഡുമായി ഒരുവൻ വരാൻ പോകുന്നു. അവൻ അടുക്ക വാതിൽക്കൽ, ദ വൺ വേ വേൾഡ് ഓർഡർ. 3, ഏകലോക മതം. കണ്ടില്ലേ, ഇന്ന് ആരാധനാലയങ്ങളെല്ലാം പൂട്ടിയിട്ടിരിക്കുക. ഇതിന്റെ പിൻപിൽ കോവിഡിന്റെ പരിസമാപ്തി കഴിയുമ്പോൾ ഉലകത്തിലേക്ക് ഏകലോക മതം വരും. അതിന് നിതാന്തമായി 2018
19 ഫെബ്രുവരിയിൽ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അബുദാബിയിൽ വരെ എത്തി. എത്ര നിർണായകമായ ലോക സംഭവങ്ങൾ. 4ാമത്തെ സംഭവം കർത്താവ് അനുവദിച്ചാൽ നമ്മൾ ചിന്തിക്കും. വെളിപ്പാട് 6:12 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ സൂര്യൻ വലിയൊരു ഭൂകമ്പം. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി. ഇന്നടിക്കുന്ന റീത്തയും കത്രീനയും വിൽമയും ഹാർവിയും ഓർമ്മയും മാത്യുവും ഓംഫാനുമെല്ലാം വരാൻ പോകുന്ന കർത്താവിന്റെ വരവിന്റെ നിഴലായി പ്രപഞ്ച ലക്ഷണങ്ങളെ കാണിക്കുന്നു. ഇത് ഞങ്ങൾ ആരുമല്ല, ദൈവ കുഞ്ഞുങ്ങളെ പറഞ്ഞ് ഞങ്ങളുടെ ആത്മമണവാളനായ കർത്താവ് ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ പറഞ്ഞ 5 ലക്ഷണങ്ങൾ നിങ്ങളുടെ കണ്ണിന് മുൻപിൽ കണ്ട തലമുറയോട് ഇന്ന് ഞങ്ങൾ പറയുന്നു. അത്തി തളിർക്കുന്നു, കൊമ്പിളതാകുന്നു, ഒരു വേനലെടുക്കുന്നു, കറൻസി മാറി അവനടുക്ക വരാൻ പോകുന്നു. ഉംഫാൻ എന്ന കാറ്റടിക്കുമ്പോൾ എവിടെയൊക്കെയോ ഒരു ചൂളമടി തുടങ്ങിയിട്ടുണ്ട്. മേഘപ്രത്യക്ഷതയുടെ പൊൻകണങ്ങൾ ഈ തലമുറയിൽ കാണും. ഈ തലമുറ അതിന് നിതാന്തമായി പ്രഭാഷണം ശ്രദ്ധിക്കുമ്പോൾ ദൈവമക്കൾക്കറിയാം. അങ്ങനെയെങ്കിൽ കടക്കാവ് യഹൂദന് വേണ്ടി ഒരാലയത്തിന്റെ നിറവിലേക്ക് യഹൂദന്റെ പരിസമാപ്തിയിൽ നിതാന്തമായി ഇസ്രയേലിന് 3 മരങ്ങളോട് ഉപമിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ മരമാ അവന്റെ രാഷ്ട്രീയം. അത് എഴുതിയിട്ടുണ്ട്. ഏതാ രാഷ്ട്രീയം? ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിന് തലക്കനി പോലെ നിന്റെ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു. അതാ അവന്റെ രാഷ്ട്രീയം. 2 അവന്റെ സൗന്ദര്യം. ഉൽപ്പത്തി സങ്കീർത്തനം 128 യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിന്റെ ഫലം വീട്ടിലെത്ത്. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. സൗന്ദര്യം യഹൂദൻ. 3 അവന്റെ ആത്മീയത്തിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ, രാഷ്ട്രീയത്തിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ, സൗന്ദര്യത്തിന്റെ അപ്പുറത്തേക്ക് കടന്നാൽ 3ാം മരം മുന്തിരി. യോഹന്നാൻ 15:1-2 ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവമക്കള്, നിങ്ങൾ ഇത് കാൽപ്പനികതയോടെ ഇതിന്റെ ചടുലതകൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും പ്രസംഗിക്കാം, വചനത്തിലേക്ക് വരാം. ലോകവും രാഷ്ട്രീയവും പ്രവചനവും നിങ്ങൾക്കും പഠിക്കാം. 1 ഹോശയ്യ 9:10 അത്തിവൃക്ഷത്തിന് തലക്കരി പോലെ നിന്റെ പിതാക്കന്മാര്. 2 തീർന്നില്ല, അവന്റെ സൗന്ദര്യം. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ. സങ്കീർത്തനം 128. 3 അവന്റെ ആത്മീയ മുന്തിരി. യോഹന്നാൻ 15:1. അങ്ങനെയെങ്കിൽ യേശു പറഞ്ഞു, അത്തി തളിർത്ത് കൊമ്പിളതാകുമ്പോൾ വേനലടുത്തിരിക്കുന്നുവല്ലോ. അത്തിയുടെ തളിർപ്പിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരാൻ പോകുന്നു. അതാണ് ഏറ്റവും നിർണായകം. അതിന് നിതാന്തമായ എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ദൈവദാസന്മാരെ, അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് വാൾ സ്ട്രീറ്റ് കൈയടക്കിയിരിക്കുന്നത് ആരാണെന്നറിയാമോ? യഹൂദന്മാർ. ഇന്ന് 1 ലക്ഷം പേർ അമേരിക്കയിൽ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. 1 ലക്ഷത്തിന് അടുത്തെത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അമേരിക്കയിലെ ബിസിനസ് മതിയാക്കി യഹൂദൻ സ്വന്തം ദേശത്തേക്ക് വരുന്ന പ്രവചനത്തിന്റെ നിവർത്തി ഇന്ന് വാക്യങ്ങളിൽ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ മനസ്സിലാക്കാം. അത്തി തളിർത്തു, കൊമ്പിളതായി വേനൽ. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ യഹൂദന് വേണ്ടി ഒരാലയം പണിയും. എന്തുകൊണ്ട് ഞാൻ ഇത് പറയുന്നു? യഹൂദനോടുള്ള ബന്ധത്തിൽ 2017 4 വാർഷികങ്ങൾ നടന്നു. എന്താ 4 വാർഷികങ്ങൾ നടന്നത്? കോരസിനെ പോലെ ഒരിടയനായി ട്രംപിനെ യഹൂദന് വേണ്ടി സ്വർഗം കൊണ്ടുവന്നു. എന്താ 4 വാർഷികം? ഇനി അല്പ ചരിത്രത്തിലേക്ക്. 1897 സിയോൺ സംഘം ഇസ്രയേലിന്റെ മടങ്ങി വരുന്ന വേണ്ടി ഡോക്ടർ ജിയാം വൈസ്മാന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന സിയോൺ സംഘം, അതിന്റെ 120ാമത്തെ വാർഷികമായിരുന്നു 2017. ഇസ്രയേൽ. 2ാമത്തെ സംഭവം 1917 നവംബർ 11 ഉള്ളപ്പോൾ അത്തിയാകുന്ന ചെടി കുളിച്ചു വെച്ചു. ആർതർ ബാൽഫോർഡ് വിളംബരം, ബാൽഫോർഡ് ഡിക്ലറേഷൻ. അതിന്റെ 100ാമത്തെ വാർഷികമാണ് 2017 കഴിഞ്ഞ ദിനങ്ങളിൽ. 3ാമത്തെ സംഭവം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 1945 യഹൂദന് വേണ്ടി ഒരു റെസൊല്യൂഷൻ ലോകമഹായുദ്ധത്തിൽ കിട്ടുന്നത്. 1947 ലോകരാജ്യങ്ങൾ അവന് സ്ഥലം പതിച്ചു കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ 47 70 കൊണ്ട് കൂട്ടിയാൽ 2017 യഹൂദന്റെ 3ാമത്തെ വാർഷികം. 4ാമത്തെ വാർഷികം 1967 6 ദിന യുദ്ധം, അറബ് ഇസ്രയേൽ വാർ. 2017 ആയപ്പോൾ 4 വാർഷികങ്ങൾ നടന്നെങ്കിൽ 4 വാർഷികത്തിന് പിൻപിൽ ഒരു മഹാസംഭവം പുറകെ നടക്കുന്നു. അതാ ബൈബിളിന്റെ പ്രവചനത്തിന് നിവർത്തിയായി
കണ്ടില്ലേ? ഏവർക്കും ശ്രദ്ധിക്കാം. ജെറുസലേമിന് ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി മിസ്റ്റർ ട്രംപ് 2017 4 വാർഷികം കഴിഞ്ഞപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനമാക്കി ട്രംപ് മാറ്റി. 3 മതങ്ങളുടെ സംഗമഭൂമി, ക്രൈസ്തവ മതം, യഹൂദ മതം, ഇസ്ലാം മതം, ഇതിന്റെ സംഗമഭൂമിയായ ടെൽ അവീവിൽ നിന്ന് ജെറുസലേം, ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ഇസ്രയേൽ, 2017 അതിനെ മാറ്റിക്കഴിഞ്ഞു. നിർണായകം. രണ്ടാമത്തെ സംഭവം അതാ യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി തലസ്ഥാനം. രണ്ടാമത്തെ സംഭവം, ട്രംപിന്റെ മകളുടെ പേരാ ഇവാങ്കലിൻ. ഇവാങ്കലിനെ കെട്ടിയ ചെറുപ്പക്കാരന്റെ പേര് ജാരേദ് കുഷ്ണർ. ദാ കിടക്കുന്നു. 2018 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ 1948 മെയ് 14 ഗോലൻ കുന്നുകളിൽ പതാക ഉയർത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ മടങ്ങി വന്നു. അങ്ങനെയെങ്കിൽ 70 വർഷം കഴിഞ്ഞു. 2018 മെയ് 14 അമേരിക്കയുടെ കോൺസുലേറ്റ് ജെറുസലേമിൽ ആരംഭിച്ചു. യേശു പറഞ്ഞ പ്രവചനത്തിന്റെ നിവർത്തി, അത്തി തളിർത്തു കൊമ്പിളതായി. രണ്ടാം സംഭവം. മൂന്നാമത്തെ സംഭവം നിർണായകം. ഇസ്രയേൽ ഇനി ജൂതരാഷ്ട്രം. ഇസ്രയേൽ യുണൈറ്റഡ് നേഷൻസിൽ എഴുതി കൊടുത്ത, മക്കളെ, ഞങ്ങൾ ഇനി ജൂതരാഷ്ട്രം, ഞങ്ങളോട് ആരും മത്സരിക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനം 102:15 യഹോവ സിയോനോട് കരുണ കാണിക്ക്, അതിന്റെ മതിലുകളെ പണിയുകയും ചെയ്യും. അതുകൊണ്ടാ നമ്മുടെയൊക്കെ കൺവെൻഷന്റെ അവസാനം കുഞ്ഞുങ്ങൾ പാടും, സിയോനെ നീ ഉണർന്നെഴുന്നേൽക്ക, ശാലേം രാജൻ വരാറായി. എത്ര വചനത്തിന്റെ നിവർത്തിയായി പ്രവചനങ്ങൾ നിങ്ങൾ കാണുന്നു. ഒരിക്കൽ കൂടി ഒരു അന്ത്യകാലത്തിന്റെ പ്രഭാഷണം കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ, യഹൂദൻ സ്വന്തം ദേശത്തേക്ക് മടങ്ങുമ്പോൾ, പാലും തേനും എടുക്കുന്ന കനാൻ ദേശത്തിലേക്ക് അവർ മടങ്ങി വരുമ്പോൾ, ലോകത്തിന്റെ കണ്ണുകൾ അവരുടെ മുൻപിൽ കണ്ണാടിയായി നിൽക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ബൈബിൾ എത്ര ക്ലിയർ, പ്രവചനങ്ങൾ എത്ര നിവർത്തി, ലോക സംഭവങ്ങൾ എത്ര ക്ലിയർ. 7 സംഭവങ്ങൾ. 1897 ഒന്നാമത്തെ സംഭവമായി യഹൂദന് വേണ്ടി ബാസൽ മിഷൻ തീർന്നില്ല. ചിയാം വൈസ്മാന്റെ നേതൃത്വത്തിൽ സിയോൻ സംഘം. 2:17 അത്തി കുഴിച്ചു. 48 സ്വതന്ത്രം. 67 അറബ് ഇസ്രയേൽ വാർ. ദാ ഈ തലമുറയിൽ 3-4 കാര്യങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇസ്രയേൽ ജൂതരാഷ്ട്രം തീർന്നില്ല. ഇതിന്റെ പിൻപിൽ നിങ്ങൾ കാണേണ്ട ഒരു സംഭവമുണ്ട്. 3ാം ലോക മഹായുദ്ധം പ്രവചിച്ച് ട്രംപ് പ്രസംഗിക്കുന്ന ഞങ്ങളല്ല, അടുത്ത ഇലക്ഷനിലേക്ക് കടക്കുന്ന അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് ജോ ബൈഡനെതിരെ നിൽക്കുന്ന പുള്ളിക്കാരൻ പറയുന്നു, എവരി അമേരിക്കൻസ് പ്രിപ്പയർ ഫോർ എ തേർഡ് വേൾഡ് വാർ. 3ാം ലോക മഹായുദ്ധം പ്രവചിച്ച് ട്രംപ്. അങ്ങനെയെങ്കിൽ ഈ തലമുറയിലെ യഹൂദൻ ഒരാലയം വരുമോ? അവൻ അടുക്ക വാതിൽക്കൽ ആരാലയം പണിയും, ഇവൻ മടങ്ങി വന്നാൽ പണിയും. ഇനി നമ്മുടെ ചിന്ത അത്യാവശ്യമായി നമ്മൾ കടക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലേക്ക്. അങ്ങനെയെങ്കിൽ യഹൂദന് വേണ്ടി ഒരു ആലയം പണിയുമോ? ആലയത്തിന്റെ പരിസമാപ്തി എന്താവും? ഈ തലമുറയിൽ കർത്താവ് വരുമോ? ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. കർത്താവിന്റെ ദാസൻ ഇപ്പോൾ അത് വായിക്കോ. വെളിപ്പാട് പുസ്തകത്തിൽ ആലയത്തിന്റെ പണി നടക്കുമോ? വായിക്കാവും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. വെളിപ്പാട് 6:1-2. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ, നീ വരിക എന്ന് 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടോ? വെള്ളക്കുതിര. സമാധാനത്തിന്റെ പുറമോടിയായി എതിർ ക്രിസ്തു എന്ന ഏകലോക ഭരണം വരും. വൺ വേ വേൾഡ് ഓർഡർ. വെള്ളക്കുതിര. അടുത്തത്, അതിന്മേൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്. അവനൊരു കിരീടവും ലഭിച്ചു. അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. ഉലകത്തെ ജയിക്കുന്ന ഭരണാധികാരിയായി അവൻ പുറപ്പെട്ടു. അടുത്ത നമ്മുടെ പ്രഭാഷണങ്ങളെല്ലാം വിശുദ്ധ വെളിപ്പാടിലേക്ക് കടക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിന്റെ ദർശനം. 2-3 7 സഭകൾക്കുള്ള ദൂത്. 4 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. മേലാൽ സംഭവിപ്പാനുള്ളത്. അധ്യായം 5 സിയോൻ മലയും കുഞ്ഞാടും. അധ്യായം 6 സഭയെടുക്കപ്പെട്ടാൽ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. സഭയെടുക്കപ്പെട്ടാൽ ഇവിടെ നടക്കാൻ പോകുന്നു യഹൂദന് വേണ്ടി ഒരാലയം. ഈ പ്രഭാഷണം എന്തിനു വേണ്ടി ദൈവസഭ ഒരുക്കി? ദൈവ കുഞ്ഞുങ്ങൾ നിത്യതയിലേക്ക് എടുക്കപ്പെടുവാൻ. കാലത്തെ സമയങ്ങളെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ അകക്കണ്ണുകളെ തുറന്നുകൊണ്ട് നിത്യജീവന്റെ വചനത്തിലേക്ക് മടങ്ങി വരാനാ ഇത്രയും ബുദ്ധിമുട്ടി ദൈവ കുഞ്ഞുങ്ങൾ ഈ പ്രഭാഷ പരമ്പരകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ ഇത്രയും കാര്യമായി പറയുന്നു? 11 സംഭവങ്ങൾ യഹൂദന്റെ ആലയത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഒന്നാമത്തെ സംഭവം, ഒരിക്കൽ കൂടി ഇസ്രയേൽ യഹൂദരാഷ്ട്രം. 2 ട്രംപിന്റെ മകൾ ചെന്ന് കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഒരു അണുക്കൾ പോലും കയറാത്ത വൈറ്റ് ഹൗസ് വരെ കൊറോണ കയറിയിരിക്കുക. ചെറുപ്പക്കാരൻ ജാരേദ് കുഷ്ണർ ഒരു യഹൂദനാം.
അദ്ദേഹം ഇന്ന് ട്രംപിന്റെ ഉപദേഷ്ടാവാ. ഇതെല്ലാം നിശ്ചയമായും യഹൂദന്റെ മടങ്ങി വരവിന് വേണ്ടിയാണ്. അങ്ങനെയെങ്കിൽ ഗോട്ടിമല അവരുടെ കോൺസുലേറ്റ് ഇസ്രായേലിലേക്ക് മാറ്റി, ടെല്ലവീവിൽ നിന്ന് ജെറുസലേം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റവും നിതാന്തമായി ചർച്ച നടത്തുന്ന ഇസ്രായേലുമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ കോൺസുലേറ്റ് അങ്ങോട്ട് മാറ്റാം. അങ്ങനെയെങ്കിൽ ജെറുസലേം ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കാൻ പോകുന്നു. 1, ട്രംപ് ജെറുസലേമിനെ ഇസ്രായേലിന്റെ തലസ്ഥാനം. 2, ദൈവകുഞ്ഞുങ്ങളെ കോൺസുലേറ്റ് അവിടെ. 3, ഇസ്രായേൽ യഹൂദരാഷ്ട്രം. 4, ചർച്ച് പണിയാൻ ഒരു കമ്മിറ്റി വന്നു. ആ കമ്മിറ്റിയുടെ പേര് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി. 5ാമത്തെ സംഭവം, ചർച്ച് പണിയുടെ കൺവീനർ ആദ്യമായി ആറ്റം വികസിപ്പിച്ച ഡോക്ടർ ചെയിൻ വൈസ്മാന്റെ മകൻ, ഒരു താടിക്കാരൻ വന്നു കഴിഞ്ഞിരിക്കുന്നു. അവന്റെ പേരാ ഡോക്ടർ ചെയിൻ കവിനോവിസ്കി. 6, മിഡിൽ ഈസ്റ്റിൽ, ഗൾഫിലും അമേരിക്കയിലും ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ടീം ആൻഡ് ബെയർ കോൺട്രാക്ടിങ് $60 ബില്യൺ അവർ കൊടുത്തു കഴിഞ്ഞു. 7, ആലയത്തിനകത്ത് പഴയ നിയമത്തിന്റെ ആരാധനയ്ക്ക് വേണ്ടി 200 കുഞ്ഞുങ്ങളെ ബൈബിൾ കോളേജായി തൽമൂദ് പഠിപ്പിക്കുന്നു. 8, ഇസ്രായേൽ റെഡ് അങ്കസ്, ചുവന്ന പശുക്കൾ. പണ്ടൊക്കെയോ പ്രസംഗിക്കുമ്പോൾ ആൾക്കാർ പറയും മനുഷ്യരെ പേടിപ്പിക്കുന്നു പേടിപ്പിക്കുന്നു പേടിപ്പിക്കുന്നു. ദൈവകുഞ്ഞുങ്ങളെ, ഞങ്ങൾ ആരെയും പേടിപ്പിക്കുന്നില്ല. ദാണ്ടെ യെരുശലേം ദൈവാലയത്തിനായി ഇസ്രായേൽ ചുവന്ന പശുക്കളെ വളർത്തുന്നു. 2006 ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന കുഞ്ഞുങ്ങളെ നോട്ട്സ് സഹിതം തരികയാ. 2006 യഹൂദന്റെ കുടുംബത്തിനകത്ത് ഒരു പശു ജനിച്ചു, ചുവന്ന പശുക്കുട്ടി, റെഡ് അങ്കസ്. നൗ ദ ടൈം ഗോയിങ് 2020 maybe 300 cows, അഥവാ 300 പരം ചുവന്ന പശുക്കൾ ഇസ്രായേലിനകത്ത് ശരിയായി കഴിഞ്ഞു. ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചുവന്ന പശുവിന്റെ ഭസ്മം യാഗപീഠത്തിൽ. അവിടം വരെ കാലം എത്തിക്കഴിഞ്ഞു. ഇന്ന് 300 പരം പശുക്കൾ. എന്റെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന അമേരിക്കയിൽ നിന്നൊരു സയന്റിസ്റ്റായ മലയാളി, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, ഫ്ലോറിഡക്കാരൻ, ഒരിക്കൽ ഈ പ്രഭാഷണം ഇതേപോലെ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ ഇത് ആര് നിങ്ങളോട് പറഞ്ഞു? ഞാൻ പറഞ്ഞു, വ്യക്തമായ വിവരം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് ഇസ്രായേൽ സന്ദർശിക്കുന്ന വ്യക്തിയാ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ പ്രവചനങ്ങൾ മുഴുവൻ നിവർത്തിയ ഈ പശുക്കളുടെ ഫാം വരെ അദ്ദേഹം കണ്ടു. തിരുവനന്തപുരത്തുകാരൻ ഒരു വ്യക്തി, അമേരിക്കയിൽ ഫ്ലോറിഡയിൽ ആയിരിക്കുന്ന വ്യക്തി എന്നോട് പറഞ്ഞു, അദ്ദേഹം സയന്റിസ്റ്റ് വൈസ് ചാൻസലർ ആയിരിക്കുന്ന പശുക്കൾ വരെ റെഡി. ഒരു അന്ത്യകാലത്തിലേക്ക് ലോകം തീർന്നില്ല. 8ാമത്തെ സംഭവമായി ദാ കിടക്കുന്നു. വ്ളാഡിമിർ പുടിൻ, ഡൊണാൾഡ് ട്രംപ് ഇവർക്ക് വേണ്ടി കത്ത് കൊടുത്തിരിക്കുന്നു. ആലയം പണിയുവാൻ വേണ്ടി യഹൂദന്റെ കമ്മിറ്റി ഇവർക്ക് വേണ്ടി കത്ത് കൊടുത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ആലയം പണിയണം. 10 കഴിഞ്ഞു. 11ാമത്തെ സംഭവം, യഹൂദന്റെ ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് അവരുടെ കമ്പ്യൂട്ടറിൽ മുഴുവൻ വന്നു. ക്രൈസ്തവ വാരികയായ ഗുഡ് ന്യൂസ് വായിച്ചവർക്കറിയാം. ഗുഡ് ന്യൂസ് മലയാളത്തിൽ പ്രസിദ്ധപ്പെടുത്തി യഹൂദന്റെ ആലയത്തിന്റെ ഏതാനും ഈ ബ്ലൂ പ്രിന്റുകൾ എത്തിക്കഴിഞ്ഞു. 11ാമത്തെ സംഭവം, 2018 യഹൂദൻ ഒരു ശബത്തിന്റെ ഫെസ്റ്റിവൽ ഉണ്ട്, ഹനീക്ക. ഡിസംബർ മാസത്തിലാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. 2018 അവർ കാര്യം ചെയ്തു. ഈ വിലാപ മതിലിന് സമീപമായി ഒരു ചുവന്ന പശുവിന് ഒരു സാമാന്യമായി ഒരു സീരിയൽ എന്ന പോലെ അവർ യാഗം കഴിച്ചു. യഹൂദൻ കഴിഞ്ഞ 2019 ഡിസംബർ ടെല്ലവീവിലും ജെറുസലേമിലുമുള്ള അനേകം എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, ഇവിടുത്തെ മരങ്ങളിൽ മുഴുവൻ ഇസ്രായേലിന്റെ ആലയത്തിന്റെ കണക്ക് പ്രിന്റ് ഉണ്ടാക്കി ബൾബ് കത്തിച്ചിട്ടിരിക്കുന്നു. മരങ്ങൾ മുഴുവൻ. കഴിഞ്ഞ ഹനീക്ക ഫെസ്റ്റിവലിനകത്ത് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, 12 സംഭവങ്ങൾ ഈ പ്രഭാഷണത്തിൽ ഞാൻ അക്കമിട്ട് നിങ്ങളുടെ മുൻപിൽ കാണിക്കുന്നെങ്കിൽ ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തിലേക്ക് യഹൂദൻ മടങ്ങി വരുമ്പോൾ അവന് വേണ്ടി ഒരാലയം അവിടെ ഒരുങ്ങുവാൻ പോകുന്നു. ഒന്നുകൂടി അക്കമിട്ട് 12. 1, ട്രംപ് ജെറുസലേമിന്റെ തലസ്ഥാനം. 2, ജെറുസലേമിന് ജെറുസലേമിന്റെ തലസ്ഥാനം കൂടാതെ കോൺസുലേറ്റ്. 3, UN-നകത്ത് റെസൊല്യൂഷൻ, ഇസ്രായേൽ അവരുടെ സ്വന്തം രാഷ്ട്രം. 4ാമത്തെ കാര്യമായി പള്ളി പണിയാൻ കമ്മിറ്റി. 5, ഡോക്ടർ ചെയിൻ വൈസ്മാൻ. 6, 200 പരം പശുക്കൾ 300ലേക്ക് കടന്നു. 7, 200 കുഞ്ഞുങ്ങൾ ബൈബിൾ തിയോളജിയിലേക്ക് കടക്കുന്നു. പഴയ നിയമത്തിന്റെ തോറാ ചുരുൾ. 8ാമത്തെ സംഭവമായി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, $60 ബില്യൺ ടീം ആൻഡ് ബെയറിംഗിൽ കൊടുത്തു കഴിഞ്ഞു. 9ാമത്തെ സംഭവമായി ആലയത്തിന്റെ ബ്ലൂ പ്രിന്റ് സകല കമ്പ്യൂട്ടറിലും വന്നെങ്കിൽ 10ാമത്തെ സംഭവമായി ഇവിടെ നിർണായകമായ കാര്യങ്ങൾ എന്ന നിലയ്ക്ക് കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പ് ചുവന്ന പശുവിനെ നിഴലായി അറുത്തെങ്കിൽ അടുത്ത സംഭവമായി അവരുടെ കഴിഞ്ഞ ഹനീക്ക ഫെസ്റ്റിവലിനകത്ത് സകല മരത്തിനകത്ത് ഇതിന്റെ പടം തൂക്കിയിട്ടെങ്കിൽ യഹൂദന് വേണ്ടി
വേണ്ടി ഒരാലയം വരുന്നു. അത് നടത്തുവാൻ അവൻ അടുക്ക വാതിൽക്കൽ. ഇന്നത്തെ ലോകത്തിലെ പ്രശ്നം ഗ്ലോബൽ വാർമിംഗ് അല്ല, കൊറോണയല്ല, ആറ്റം വെപ്പണല്ല, ഇന്റർനെറ്റ് മർഡർ അല്ല. ഇന്ന് യഹൂദന് വേണ്ടി ഒരാലയം ഇല്ല. സകല മിനുക്കുപണികളും തടികളും വിളക്കുകളും എല്ലാം അവൻ ശരിയാക്കി വെച്ചു. എന്നാൽ എതിർ ക്രിസ്തു സഭയെടുക്കപ്പെട്ടാൽ ദൈവത്തിന്റെ ദാസൻ വായിച്ചു, ഒന്ന് കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ വെളുത്ത കുതിര, വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടി. ഇന്ന് ഇസ്രയേലും പലസ്തീനുമായി അക്രമം നടത്തുന്ന കാലഘട്ടത്തിനകത്ത് പശ്ചിമേഷ്യ പുകയുമ്പോൾ എന്തിനു വേണ്ടി? യഹൂദന് വേണ്ടി ഒരു ആലയം വരാൻ പോകുന്നു. അതുകൊണ്ട് ട്രംപിനെ പോലെ ഒരു ഭരണാധികാരി സ്വർഗത്തിലെ ദൈവം കൊണ്ടുവന്നത്. ട്രംപ് 2017 ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹം എവിടെ വന്നു? കണ്ണ് തുറന്ന് ദൈവജനം കാണുന്നു. GCCയുടെ സൗദി അറേബ്യയില ട്രംപ് വന്നത്. $1100 കോടി കരാർ ഒപ്പുവെച്ചു. എല്ലാ ഗൾഫ് രാജ്യങ്ങളും കൂടി അവരോട് ട്രംപ് ചോദിച്ചു, ഞങ്ങൾ ആലയം പണിയുന്നതിന്റെ നിവർത്തിയായി കാര്യങ്ങൾ എന്ത് ചെയ്യണം? ആ സമയത്ത് ആ അഭിപ്രായം പറയുവാൻ 1967 അറബ് ഇസ്രയേൽ വാർ നടക്കുമ്പോൾ മാത്രമാ 1967 അറബ് ഇസ്രയേൽ വാർ നടക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്ന് വിമാനങ്ങൾ ആക്രമിക്കുവാൻ ഇസ്രയേലിൽ പോയത്. എന്നാൽ കാലത്തിന്റെ ഗതിക്ക് അനുസരിച്ച് 50 വർഷത്തിന് ശേഷം നടന്ന ഒരു സംഭവം ദൈവജനം കണ്ണുകൊണ്ട് കാണണം. എന്താ 50 വർഷത്തിന് ശേഷം നടന്ന സംഭവം? അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്നു. അദ്ദേഹം വളഞ്ഞ വഴി പോയില്ല. സൗദി അറേബ്യയുടെ അതിർത്തി പ്രദേശം അൽക്കോബാറിന്റെ അക്കരെ താബൂക്ക് കഴിഞ്ഞാൽ കിട്ടും ഇസ്രയേൽ. ലോക ചരിത്രത്തിൽ ആദ്യമായി 1967 അറബ് ഇസ്രയേൽ വാറിനകത്ത് സൗദിയുടെ പ്ലെയിൻ ഇസ്രയേലിനെ ആക്രമിക്കാൻ പോയിട്ട് സൗദിയുടെ ബോർഡറിൽ കൂടെ ഒരു വിമാനം ഇന്ന് വരെ ഇസ്രയേലിൽ പോയിട്ടില്ല. കാലത്തിന്റെ കുത്തൊഴുക്കിനകത്ത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവർത്തി പ്രകാരം 2017 അമേരിക്കയുടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എയർലൈൻസ് വന്നിട്ട് മിസ്റ്റർ ട്രംപിന്റെ വിമാനം റിയാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് അൽക്കോബാർ താബൂക്ക് വഴി ജെറുസലേമിൽ ഇറങ്ങിയെങ്കിൽ ഇന്ന് ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവേ. ദൈവത്തിന്റെ വചനം എത്ര ക്ലിയർ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ. ഭഗത്ത നമ്മുടെ നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ ലോക ചരിത്രത്തിൽ മധ്യാകാശത്തിൽ ഒരുങ്ങുമ്പോൾ ഈ പ്രഭാഷണ ലൈവിൽ കാണുന്ന, ടെലിവിഷനിൽ കാണുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങള് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രവചനം മുഴുവൻ ഇവിടെ നിവർത്തിയാകുന്നു. ഈ കോവിഡ് കാലത്ത് അവനടുക്ക വാതിൽക്കൽ വെള്ളക്കുതിരയുടെ സമാധാനത്തിന്റെ പുറമോടിയോട് ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച യഹൂദന് വേണ്ടി ആലയം അവൻ അവിടെ പണിയും. അങ്ങനെയെങ്കിൽ ഈ ആലയം പണിയുമെങ്കിൽ വരാൻ പോകുന്ന എതിർ ക്രിസ്തു എവിടുന്ന് വരുന്നു? അവൻ സിറിയക്കാരനാ. സിറിയയിൽ യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു, അന്തിക്കോസ് എപ്പിഫാനോസ്, സിറിയക്കാരൻ. ആ ഭരണാധികാരി യഹൂദനോട് ചെയ്ത ക്രൂരത എന്താണെന്നറിയാമോ? ഇസ്രയേലിനെ ആക്രമിച്ചു. തീർന്നില്ല. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തത് യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ ആലയത്തിനകത്ത് കൊണ്ട് അടിച്ചിറക്കി. തീർന്നില്ല. യഹൂദന്റെ വായ്ക്കകത്ത്, മുപ്പല്ലിക്കകത്ത് പന്നിയുടെ മാംസം കുത്തിക്കയറ്റി ആലയത്തിൽ മുഴുവൻ പന്നിയുടെ രക്തമൊഴുകി. അന്നവർ നിലവിളിച്ചു, അവർ കരഞ്ഞുകൊണ്ട് ഓടി. അതുപോലെ യഹൂദന്റെ ഒരു ഭീതിയുടെ കാലം വരാൻ പോകുന്നു. എതിർ ക്രിസ്തു, ദൈവദാസൻ വായിച്ച വാക്യങ്ങളെല്ലാം വീണ്ടും ഞാൻ റിവൈസ് ചെയ്യുന്നില്ല. വെള്ളക്കുതിര സമാധാനത്തിന്റെ പുറമോടിയോടുകൂടി തോറയുടെ ചുരുളുകൾ തുറന്നു വെച്ചുകൊണ്ട് ആലയത്തിനകത്ത് കാര്യങ്ങളെ നിവർത്തിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ അവന്റെ സമാധാനം മാറ്റും. ഒന്ന്, യഹൂദന് വെറുക്കപ്പെട്ട പന്നിയെ വീണ്ടും ചുവന്ന പശുവിന് വേണ്ടി മാറ്റും. ആ ചുവന്ന പശുവിനെ യാഗപീഠത്തിൽ മാറ്റി യഹൂദന്റെ വെറുക്കപ്പെട്ട പന്നിയെ ആലയത്തിൽ കൊണ്ടുവന്ന് അവൻ അറക്കാൻ തുടങ്ങും. അപ്പോൾ യഹൂദന്റെ നിലവിളി അതാ യേശു പറഞ്ഞ്, ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല, മറ്റൊരുവൻ സ്വന്തം നാമത്തിൽ വരും. എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മമൂർത്തി, ഇങ്ങനെ പേരുകൂടെ ഒരുവൻ വരും. തീർന്നില്ല. രണ്ടാമത്തത് നിർണായകം. ഇന്ന് അതിനു വേണ്ടി പ്രഭാഷണം ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുവന്ന് 2, ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ കൊണ്ടുവെക്കും. കമ്പ്യൂട്ടർ എന്താ? കമ്പ്യൂട്ടർ പഴയ കാലത്ത് നമ്മൾ ഇത് പ്രസംഗിച്ചാൽ അത്രത്തോളം ഇലാബറേറ്റ് ആവത്തില്ല. ഇന്ന് സംസാരിക്കുന്ന കമ്പ്യൂട്ടർ, സോഫിയ, നീര, റാഡ, മിത്ര,
ഇന്ത്യക്കാർ ഇസ്രോ ഇപ്പൊ ഒരു പെൺകൊച്ചിനെ വരെ കമ്പ്യൂട്ടറാക്കി കൊണ്ടുവന്നിരിക്കുന്നു. അത്രയും കാലമായെങ്കിൽ എതിർ ക്രിസ്തു സാത്താന്യ ആരാധനയുടെ മ്ലേച്ഛതയോട് അവൻ അടുത്ത കാര്യം ചെയ്യും. ഒരു കമ്പ്യൂട്ടറിനെ എവിടെ കൊണ്ടുവെക്കും? ദൈവാലയത്തിനകത്ത്. യഹൂദൻ കമ്പ്യൂട്ടറിനെ വണങ്ങുമോ? ഇല്ല. തോറയുടെ ചുരുൾ, മോശയ്ക്ക് സീനായുടെ മടിത്തട്ടിൽ സ്വർഗത്തിലെ ദൈവം കൊടുത്ത പ്രമാണത്തിന്റെ നിറവ്, 10 കൽപ്പനകൾ, പുറപ്പാട് 20:4, മേലാകാശത്തില് കീഴഭൂമിയില് ഭൂമിക്കടിയിൽ വെള്ളത്തിന്റെ അകത്തട്ടിലും യാതൊന്നിനെയും ആരാധിക്കുവാൻ ദൈവജനത്തിന്, ഹല്ലേലൂയ, ദൈവജനത്തിന് വചനത്തിന്റെ നിയമമില്ല. ഞങ്ങളുടെ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ആരാധനയ്ക്ക് യോഗ്യൻ യേശു മാത്രം, സ്തുതിക്ക് യോഗ്യൻ യേശു മാത്രം. കുഞ്ഞേ, ഈ സത്യവചനം കേട്ടിട്ട് മിഥ്യാമൂർത്തികളായ ബിംബങ്ങളെ നീ ആരാധിക്കരുത്. മിഥ്യാമൂർത്തികളുടെ മുൻപിൽ നീ മുട്ടുമടക്കരുത്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചാല്, പള്ളിക്കകത്ത് വളർന്നാല്, പാർസനേജിൽ കിടന്നാല്, സൺഡേ സ്കൂൾ അവിടെ പഠിച്ചാല്, മിഥ്യാമൂർത്തികളെയും ബിംബങ്ങളെയും ആരാധിക്കുന്നവർ ബിംബങ്ങളെ പോലെ ചലനമില്ലാതെ നാശത്തിന്റെ കുഴിക്കകത്ത് വീടുമെങ്കിൽ ഈ പ്രഭാഷങ്ങൾ ദൈവജനത്തിന്റെ മടങ്ങി വരവിന് കാരണമാകട്ടെ. ഇന്ന് പകൽക്കാലം ആത്മാവ് സഭ ോട് പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പുറപ്പാട് 20:4 പ്രസംഗിക്കുന്ന ഞങ്ങളല്ല, സീനായുടെ മടിത്തട്ടിൽ പഴയ നിയമത്തിന്റെ വിമോചകനായ മോശയെ കൊണ്ടുവന്ന് സ്വർഗത്തിലെ ദൈവം 10 കൽപ്പനകൾ കകത്തു കൊടുക്കുമ്പോൾ അക്കമിട്ടെഴുതിയ തോറായുടെ ചുരുൾ, പുറപ്പാട് 20:4, മേലാകാശത്തിൽ എങ്കിലും ഭൂമിയിൽ കീഴവെള്ളത്തിനടിയിൽ ഒന്നിനെയും നീ വണങ്ങരുത്. ഈ പ്രഭാഷണം ആദ്യമായി ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ദൈവനാമത്തിൽ വരുന്നു. വരുവേ, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ നീ മുട്ടുകുത്തുക. ഇന്ന് പകൽ ഒരു സത്യത്തിന്റെ വചനം പറയട്ടെ. തമ്പുരാന്റെ മുൻപിൽ നീ മുട്ടുമടക്കിയ, ലോകത്തിന്റെ മുൻപിൽ മുട്ടുമടക്കാൻ എന്റെ ദൈവം നിന്നെ അനുവദിക്കത്തില്ല. ജാതീയ മ്ലേച്ഛബിംബങ്ങളെ വിട്ട്, ജാതീയ ആരാധന കെട്ടുകളെ വിട്ട്, പാരമ്പര്യ ബന്ധനങ്ങളെ തകർത്തുകൊണ്ട് ഇന്ന് പകൽ ഒരു കൂട്ടം ഈ സന്ദേശം കേട്ട് മടങ്ങി യേശുവിന്റെ വചനത്തിലേക്ക് വരട്ടെ. സഹോദര സഹോദരി, അവങ്കലേക്ക് നോക്കിയ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ സന്ദേശങ്ങൾ ഒരു മടങ്ങി വരവിന്റെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകൾ തുറന്ന് പുറത്തു കൊണ്ടുവരട്ടെ.